ഹരി ഓം. 65-ാമത്തെ സ്തുതി രാസലീല 5. ഇത് ദശമസ്കന്ധം 33-ാമത്തെ അധ്യായം 1 മുതൽ 40 വരെ ശ്ലോകങ്ങൾ. ആദ്യം സ്തുതി കേൾക്കാം. ശ്രീശുക ഉവാച ഇത്തം ഭഗവതോ ഗോപ്യശ്രുത്വാ വാചസുപേശല ജഹുർവിരഹജം താപം തദംഗോപചിതാശിഷാ തത്രാരഭത ഗോവിന്ദോ രാസക്രീഡാമനുവ്രതേ സ്ത്രീരത്നൈരന്വിതപ്രീതൈരന്യോന്യാബദ്ധബാഹുഭിः രാസോത്സവസംപ്രവൃത്തോ ഗോപീമണ്ഡലമണ്ഡിത യോഗീശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സുനികടം സ്ത്രിയഃ യം മന്യേരന്നഭസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാപഹൃതാത്മനാം തതോ ദുന്ദുഭയോ നേതുർനിപേതു പുഷ്പവൃഷ്ടയാ ജഗുർഗന്ധർവപതയാ സസ്ത്രീകാസ്തദിയശോമലം വലയാനാം നൂപുരാണാം കിങ്കിണീനാം ച യോഷിതാം സപ്രിയാണാമഭച്ഛബ്ദസ്തു മുലോ രാസമണ്ഡലേ തത്രാദിശുശുഭേതാഭിർഭഗവാൻ ദേവകീസുത മധ്യേ മണീനാം ഹൈമാനാം മഹാമരകതോ യഥാ പാദന്യാസൈർഭുജവിധുതിഭിः സസ്മിതൈർഭ്രുവിലാസൈ ഭജ്യന്മധ്യൈശ്ചലകുചപടൈ കുണ്ഡലൈർഗണ്ഡലോലൈ സ്വിദ്യന്മുഖ്യകവരരശനാഗ്രന്ഥയ കൃഷ്ണവദ്ധോ ഗായന്ത്യസ്തം തടിതൈവ താമേഘചക്രേ വിരേജോ ഉച്ചൈർജഗുർനൃത്യമാന രക്തകണ്ഠ്യോരതിപ്രിയ കൃഷ്ണാഭിമർശമുദിത യദ്ഗീതേനേദമാവൃതാ കാചിൽ സമം മുകുന്ദേന സ്വരജാതീരമീശ്രിത ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധ്വിതി തദേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാത് കാചിത് രാസപരിശ്രാന്ത പാർശ്വസ്തസ്യ ഗദാഭൃത ജഗ്രാഹബാഹുനാ സ്കന്ദം ശ്ലഥദ്വലയമല്ലികാ തത്രൈകാം സഗതം ബാഹും കൃഷ്ണസ്യോത്പലസൗരഭം ചന്ദനാലിപ്തമാഘ്രായ ഹൃഷ്ടരോമാചുചുംബഃ കസ്യാചിന്നാട്യവിക്ഷിപ്ത കുണ്ഡലത്യുഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്തദത്യാ അദാത്താംബൂലചർവിതം നൃത്യന്തി ഗായതി കാചിത് കൂജന്നൂപുരമേഖലാ പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്തത്താത്തനയോ ശിവം ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയ ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യസ്തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹ്രിരേ കർണോത്പലാളകവിടങ്കകപോലകർമാ വക്തശ്രിയോ വലയനൂപുരഘോഷവാദ്യൈ ഗോപ്യഃ സമം ഭഗവതാ നതൃതഃ സ്വകേശസ്രസ്തസ്രജോ ഭ്രമരഗായകരാസഗോഷ്ഠ്യാ ഏവം പരിഷ്വംഗകരാഭിമർശസ്നിഗ്ധേക്ഷണോദ്ദാമവിലാസഹാസ്യൈ രേമേ രമേശോ വൃജസുന്ദരീഭിര്യഥാർഭകः സ്വപ്രതിബിംബവിഭ്രമഃ തദംഗസംഗപ്രമുദാകുലേന്ദ്രിയാ കേശാന്തുകൂലങ്കുചപട്ടികാം വാ നാജ്ഞപ്രതിവ്യൂഢുമലം വ്രജശ്രിയോ വിസ്രസ്തമാലാഭരണാ കുരുദ്വഃ കൃഷ്ണവിക്രീഡിതം വീക്ഷ്യ മുമുഹുഖേചരസ്ത്രിയ
കാമാർദിതാ ശശാങ്കശ്ച സഗണോ വിസ്മിതോऽഭവത് കൃത്വാ താവന്തമാത്മാനം യാവതീർഗോപയോഷിതാ രേമേ സ ഭഗവാൻസ്ഥാഭിരാത്മാ രാമോऽപി ലീലയാ താസാമതിവിഹാരേണ ശ്രാന്താനാം വദനാനി സ പ്രാമൃജത്കരുണപ്രേംണ ശന്തമേനാംഗപാണിന ഗോപ്യസ്ഫുരത്പുരടകുണ്ടലകുന്തളത്വിദ്ഗണ്ഡശ്രിയാ സുദിതഹാസനിരീക്ഷണേന മാനം ദദത്യർഷഭസ്യ ജഗുകൃതാനി പുണ്യാനി തത്കരരുഹസ്പർശപ്രമോദാഃ താഭിർയുതശ്രമമപോഹിതുമംഗസംഗ കൃഷ്ടസ്രജഃ സകുചകുങ്കുമരഞ്ജിതായാഃ ഗന്ധർവപാളിഭിരനുദ്രുതാ വിശദ്വാ ശ്രാന്തോ ഗജീഭിരിഭരാടിവ ഭിന്നസേതു സ്വംഭസ്യലം യുവതിഭി പരിഷിച്യമാന പ്രേംണേക്ഷിത പ്രഹസതീഭിരിതസ്തതുംഗ വൈമാനികൈ കുസുമവർഷിഭിരീഡ്യമാനോ രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീല തതശ്ച കൃഷ്ണോ പവനേ ജലസ്ഥലപ്രസൂനഗന്ധാനിലജുഷ്ടദിക്തടേ ചചാരഭൃംഗപ്രമദാഗണാവൃതോ യഥാമതച്യുദ്യുരതകരേണുഭിः ഏവം ശശാങ്കാംശു വിരാജിതാ നിശാ സസത്യകാമോനുരതാബലാഗണ ശിഷേവ ആത്മന്യവരുദ്ധസൗരത സർവാശരത്കാവ്യകഥാരസാശ്രയാः രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വര സകഥം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രതീപമാചരത് ബ്രഹ്മൻ പരദാരാഭിമർശനം ആപ്തകാമോ യദുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിമഭിപ്രായയേതം ന സംശയം ഛിന്തി സുവൃതാ ശ്രീശുക ഉവാച ധർമ്മം വ്യതിക്രമോ ദൃഷ്ടാ ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വന്യേ സർവഭുജോ യഥാ നൈതസമാചരേജ്ജാതു മനസാഭിഹ്യനീശ്വര വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോബ്ധിജം വിഷം ഈശ്വരാണാം വചഃ സത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യസ്വവയോ വചോ യുക്തം ബുദ്ധിമാംസ്തത്സമാചരേത് കുശലാചരിതേനൈഷാമിഹ സ്വാർത്ഥ്യോ ന വിദ്യതേ വിപര്യയേണ വാനർത്ഥോ നിരഹങ്കാരിണാം പ്രഭോ കിമുതാഖിലസത്വാനാം തിര്യങ് മർത്യദിവൗകസ ഈശിതുച്ഛേഷിതവ്യാനാം കുശലാന്വയ യത്പാദപങ്കജപരാഗനിഷേവതൃപ്ത യോഗപ്രഭാവവിതുതാഖില കർമ്മബന്ധാഃ സ്വൈരം ചരന്തി മുനയോപി നനഹ്യമാനാ തസ്യേച്ഛയാ തവ പുഷഃ ഏവ ബന്ധഃ ഗോപീനാം തത്പതീനാം ച സർവേഷാമേവ ദേഹിനാം യോऽന്തശ്ചരതി സോത്യക്ഷ ക്രീഡനേനീഹ ദേഹഭാഗ് അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശീ ക്രീഡായാ ശ്രുത്വാ തത്പരോ ഭവേത് നാസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാനാ സ്വപാർശ്വസ്ഥാൻ സ്വാൻ സ്വാൻ ദാരാൻ വൃജൗകസഃ ബ്രഹ്മരാത്ര ഉപാവൃത്തെ വാസുദേവാനുമോദിതാഃ അനിച്ഛന്ത്യോ യയുർഗോപ്യാ സ്വഗൃഹാൻ ഭഗവത്പ്രിയാ വിക്രീഡിതം വ്രജവധൂവിരിതം ച വിഷ്ണോ ശ്രദ്ധാന്വിതോനു ശൃണുയാദവർണയേദ്യ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വപ്രഹിരോതും അചിരേണ ധീര.
ഭഗവാന്റെ മധുര വാക്കുകൾ കേട്ട് ഗോപികമാർ വിരഹതാപം മറന്നു. തന്നിൽ സമർപ്പണം ചെയ്ത് കൈകൾ കോർത്ത് നിൽക്കുന്ന ഗോപിമാരോടുകൂടി ഭഗവാൻ രാസലീല ആടുവാനൊരുങ്ങി. 2 ഗോപികമാരുടെ നടുവിൽ ഒരു കൃഷ്ണനായി നിന്നു ഭഗവാൻ. വൃത്തത്തിൽ നിന്ന് അവർ ആടിയും പാടിയും രാസോത്സവം ആഘോഷിച്ചു. ഈ ഉത്സവം കാണാനുള്ള ആഗ്രഹത്താൽ ദേവന്മാർ ദേവസ്ത്രീകളോടൊത്ത് വിമാനങ്ങളിൽ വന്ന് ആകാശത്ത് നിരന്നു. ദേവവാദ്യങ്ങൾ മുഴങ്ങി, പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ഗന്ധർവന്മാർ ഭഗവത് കീർത്തി പരത്തുന്ന ഗാനങ്ങൾ പാടി. ഗോപസ്ത്രീകൾ കണ്ണനെ പറ്റിയുള്ള പാട്ടുകൾ പാടി ചുവടുവെച്ചു കളിച്ചു. അവരുടെ മധ്യത്തിൽ പൊൻമുത്തുകളുടെ മധ്യത്തിലെ മരതകം എന്ന പോലെ കൃഷ്ണൻ ശോഭിച്ചു. പാടിയും ആടിയും കണ്ണൻ്റെ കരസ്പർശനത്താലും മന്ദഹാസമധുരമായ കടാക്ഷത്താലും പുളകിതഗാത്രികളായി തങ്ങളെ തന്നെ മറന്ന് ആനന്ദിച്ചു. കൃഷ്ണൻ ഓരോരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ എന്ന മട്ടിൽ രൂപം ധരിച്ച് അവരെ സന്തോഷിപ്പിച്ചു. തളർന്നുപോയ ഗോപികമാരെ കൈത്തലത്താൽ പ്രേമപൂർവം തടവി ആശ്വസിപ്പിച്ചു. കൃഷ്ണനെ എൻ്റെ പതിയാക്കൂ എന്ന് ഓരോ ഗോപിയും മായാഭഗവതിയെ പൂജിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ഇവിടെ സഫലമായിത്തീരുന്നു. ഓരോ ഗോപിക്കും പരിപൂർണനായ കൃഷ്ണനെ കിട്ടി. ഭഗവാൻ ആത്മാരാമനാണ്. അതിനാൽ തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവും വേണ്ട ഭഗവാനെ രസിക്കാൻ. ഗോപികൾ വിഷയാരാമകളാണ്. ഭഗവാന്റെ സംഘം വേണം അവർക്ക് രസിക്കാൻ. അവരോടൊപ്പം ഇങ്ങനെ അനാസക്തനായി നിന്ന് ആസക്തകളായ ഗോപികമാരെ മുഴുവൻ ഭഗവാൻ ആനന്ദിപ്പിച്ചു. അനാസക്തനായ ഭഗവാന്റെ മഹിമ നിരന്തരം അനുസ്മരിച്ചാൽ കാമാതിരോഗങ്ങൾ ഒഴിവാക്കാം. സ്വയം അനാസക്തനും ആത്മാരാമനും ആയിത്തീരാം ഒരു മനുഷ്യന്. 5 ഭാഗങ്ങളായിട്ടുള്ള ഈ ഭഗവാന്റെ രാസലീല ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.